സ്നേഹേ ചേച്ചി, അല്ല എന്താ അവിടെ രണ്ടുപേരും നല്ല പണിയിലാണല്ലോ? നാളെ പെരുന്നാളല്ലേ, അപ്പൊ അതിന്റെ കുറച്ച് പണിയിലാ. അല്ല, അതിന് സാധാരണ പെരുന്നാൾക്ക് നിങ്ങൾ എന്തോ ആമിനത്താന്റെ വീട്ടിലേക്ക് പോവാന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നേ? ഓ, ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാ പോയിരുന്നേ. പിന്നെ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ പറഞ്ഞു കുറച്ച് വെജിറ്റബിൾസ് ഞങ്ങൾ കട്ട് ചെയ്തോളാന്ന്. അല്ലെങ്കിൽ തന്നെ കുറേ പണില്ലേ, ഇത്രയും ആൾക്കാർക്ക് കുറേ വെജിറ്റബിൾസും ഉള്ളിയും അങ്ങനത്തെ കുറേ കട്ട് ചെയ്യാണ്ടാവൂലേ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ കുറച്ച് കട്ട് ചെയ്ത് തരാന്ന്. അതെന്തായാലും നന്നായി. എന്തായാലും ഞാനും കൂടെ കൂടാ. അയ്യോ വേണ്ടടി, നീ പോയി കിടന്നോ, നിനക്കിപ്പോ സുഖമില്ലാത്തതല്ലേ. എനിക്കൊന്നും സുഖമില്ലായ്മ, എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ വേണ്ട സ്നേഹ, നീ അവിടെ പോയിരിക്കെ. അല്ലാന്നുണ്ടെങ്കിൽ റൂമിൽ പോയി കിടന്നോ. ഇങ്ങനെ വെറുതെ നിന്ന് കഴിഞ്ഞാലേ കാലുവേനയൊക്കെ ഉണ്ടാവും. അയ്യോ ചേച്ചി, അത് പിന്നെ ഒന്നും പറയണ്ട. നീ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്നോ, അല്ലെങ്കിൽ റൂമിൽ പോയി കിടന്നോ. എന്നാലും ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല ചേച്ചി, മക്കളൊക്കെ ഉറങ്ങിയോ? ഓ, അവര് ഇപ്പൊ അങ്ങ് ഫുഡ് കഴിച്ച് പോയതേ ഉള്ളൂ. അത് ശരി. ചേച്ചി എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞോണ്ടാ. ഞാനെന്ത് പറയാനാമോ, നിന്റെ വേലയിലല്ലോ ഓരോരോ ബുദ്ധി ഉദിക്കല്. നീ തന്നെ ആലോചിക്ക്. ഓ, എനിക്കാണ് ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ഇത് ശരിക്കും ആലോചിച്ച് നോക്ക്. ഓക്ക് നമുക്കൊരു മുട്ടൻ പണി തന്നെ കൊടുക്കണം. ഓളെ നമുക്ക് 8ന്റെ പണിയാ തരുന്നെങ്കിൽ നമുക്ക് ഓക്കെ 18ന്റെ പണി എടുക്കണം. പിന്നല്ല എനിക്ക് ആലോചിച്ചിട്ട് ശരിയായിരുന്നു. അടിപൊളി ഐഡിയ കിട്ടിയേ. എന്ത് ഐഡിയ ഡി, നീ എന്തിനാ ചിരിക്കുന്നേ? അതന്നെ, എന്താ ഐഡിയ പറയടി. വേഗം പറ, എനിക്ക് കേൾക്കാൻ കൊതിയാവാ. പറയാനേ, ഇങ്ങനെ സസ്പെൻസിലാതെ പറ. അപ്പൊ എല്ലാരും കേട്ടോളി. അല്ല, ഇതറിഞ്ഞ പോലെ അവരെ കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. അവരൊക്കെ ചിരിച്ച് കളിച്ചാണെന്നേനല്ലോ നിന്നിന്നെ. ഇനി അവരെ അഭിനയിക്കായിരുന്നോ? ഇനി അവര് എനിക്കിട്ട് പണി തരുമോ? ഏയ്, അതൊന്നും തരത്തില്ല. എന്റെ പൊന്നേ, ഒരു രക്ഷയില്ല. അല്ലമ്മോ, നീ എങ്ങനെ ഇത്രയും നീളം കൂടിയേ? അത് ഞാൻ ഹീൽസ് ചേർപ്പിട്ടതാ. ഇനി ഈ മാസ്കും കൂടെ വെച്ചാൽ മതി. ശരിക്കുള്ള പ്രേതങ്ങൾ വരെ നിന്നെ കണ്ട് പേടിച്ചോടും. എന്റെ പൊന്നമ്മു, നിന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ പേടിയാണ്, പിന്നെ അവക്ക് പേടിയാവാതിരിക്കോ? അമ്മു, നീ പ്രായം ചിരിക്കണ മാരെന്ന് ചിരിച്ച ഞങ്ങളൊന്ന് നോക്കട്ടെ. ഓക്കെ ഓക്കെ. ഇതാണോ പ്രേതം? എനിക്ക് ആമിനാത്താന്റെ പോത്തൻകുട്ടിന്റെ സൗണ്ട് പോലെ തോന്നേ. ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ, അതിന് നീ ഇങ്ങനെ ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. നീ ചൂടാണ്ട് സൗണ്ട് ഇട്ടാലേ ഡുണ്ടുമോൾ ഇങ്ങോട്ട് വരും. നീ ഇങ്ങനെ കോസ്റ്റ്യൂം മാറിയതൊക്കെ കാണും. അപ്പൊ നിന്റെ പ്ലാന് മൊത്തം പൊളിയും. പ്ലാന് പൊളിയുന്നില്ലോണ്ട് മാത്രം ഞാൻ ചേച്ചിനോട് ക്ഷമിക്കുന്നു. പിന്നെ ഇല്ല, നീ ക്ഷമിച്ചിട്ടില്ല എനിക്കെന്താ? എന്റെ പൊന്നമ്മു, എന്റെ പൊന്നെ ചിന്ന ചേച്ചി, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തല്ല് കൂടല്ലേ. നമ്മുടെ പ്ലാനൊക്കെ പൊളിയുന്നേ. ഞാനാണ് തല്ലുണ്ടാക്കുന്നേ, ചേച്ചിയല്ലേ? ഓ, അത് സാരല്ല. നമ്മളെ പ്ലാന് നടക്കണമെങ്കിലേ നിങ്ങൾ തല്ലുകൂടാൻ നിൽക്ക്. എന്തായാലും ഡുണ്ടുമോളെ റൂമിൽ ഇരിക്കണ്ടാവും. നീ അങ്ങോട്ട് പോ. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണേ. അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തോളാം. നീ പോയിക്കോ. ശരി ശരി.